ഇന്നൊരു 7 ഡേ സ്കിൻ ചലഞ്ചും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്ന ഈ പാക്കുകൾ നിങ്ങൾ 7 ഡേയ്സ് ഇട്ട് നോക്കൂ. ഉറപ്പായിട്ടും 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം സ്കിന്നിൽ കാണാൻ പറ്റുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക്. അങ്ങനെ ഈ 7 ഡേയ്സ് വണ്ടർഫുൾ പാക്ക് നമ്മളൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നൈറ്റിൽ ഉപയോഗിക്കേണ്ട, നൈറ്റ് നിങ്ങൾ സ്കിന്നിൽ ഇടുക. സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഈ ഒരു പാക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഹായ് ഹലോ. ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോൾ തന്നെ ആൻറ്റി ഏജിങ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നിറയെ പേർക്കും 35, 40, 45, 50 ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഹോർമോണൽ ബാലൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഹോർമോണൽ ഇൻബാലൻസ് അനുസരിച്ച് ഈസ്ട്രജൻ്റെ അളവ് അനുസരിച്ചൊക്കെ നമ്മുടെ സ്കിന്നിൽ ആ ഏജ് ആകുന്നതിൻ്റെ സൈൻസ് നന്നായിട്ട് കാണാൻ തുടങ്ങും. ഏജ് ആകുന്നതിൻ്റെ അത് നമുക്ക് കുറച്ചൊക്കെ വിസിബിളായിട്ട് കാണാൻ തുടങ്ങും. അതായത് സ്കിന്ന് വലിഞ്ഞു മുറുക, ചെറിയ ചെറിയ വരകൾ വീഴുക, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ലൈൻസ് വീഴുക, സ്മൈൽ ലൈൻസ് ഇവിടെയൊക്കെ വീഴുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, കഴുത്തിൽ ചുളി വീഴുക, അല്ലെ കൈകൾക്ക് ചുളി, ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ നമ്മൾക്ക് വരും. പിന്നെ കറുത്ത കുത്തുകൾ ചെറുതായിട്ട് വന്ന്, ബ്രൗൺ കുത്തുകളാണെങ്കിലും ചെറിയ ഡോട്ടുകൾ ചെറുതായിട്ട് വന്നിട്ട് അത് പടർന്നാണ് നമുക്ക് മെലാസ്മ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ കരിമങ്കൽ എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഫേസിലുണ്ടാകുന്നത്. സോ ഇതൊക്കെയും നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വയ്ക്കുക. നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പത്തിനെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ലോക്ക് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും നമ്മുടെ സ്കിൻ വറ്റി വരളാതെ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈർപ്പം, ജലാംശം നിറയെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ വെള്ളം തളിച്ച് വെക്കുകയല്ല, നമ്മളുടെ സ്കിന്നിൽ നല്ല നറിഷായിട്ട് നല്ല ഗ്ലോ ആയിട്ട് അധികം പാടൊന്നും വീഴാൻ സമ്മതിക്കാതെ, റിങ്കിൾസ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് വീഴാതെ ഇരിക്കാൻ നമ്മൾ നോക്കണം. അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണം എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതിനാദ്യം തന്നെ വേണ്ടത് പങ്ക്ച്വാലിറ്റി. നമ്മൾ ചെയ്യുക, ഡിസിപ്ലിനായിട്ട് ചെയ്യുക. നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് വേണം, ചെയ്യാനുള്ള മനസ്സും വേണം. എന്നാൽ മാത്രമേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ ഹോർമോണിൻ്റെ ബാലൻസ് കണ്ടീഷൻസും ഈസ്ട്രജൻ്റെ കണ്ടീഷൻസും ഒന്നും അല്ലാതെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടും പൊല്യൂഷൻ കൊണ്ടും അന്തരീക്ഷത്തിലുള്ള പൊടി പടലങ്ങൾ കൊണ്ടും ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കൊണ്ടും ഒക്കെ നമുക്ക് ഫേസിൽ മെച്ചുറാക്നിയും, നമ്മുടെ ഫേസിൽ റിങ്കിൾസും, നമ്മുടെ ഫേസിൽ ബ്ലാക്ക് മാർക്കുകളും, നമ്മുടെ ഫേസിൽ എന്താ പറയണ്ടേ ചെറിയ ചെറിയ മാർക്കുകൾ വലുതാകുക, സൂര്യപ്രകാശം അടിച്ചിട്ടാണ് മറുക് കൂടുതലുണ്ടാകുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും പൊല്യൂഷൻ കൊണ്ടൊക്കെ ഉണ്ടാകും. ഇതിനൊക്കെ ഒരേ ഒരു പരിഹാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. കാസ്റ്റർ ഓയിൽ വെച്ചിട്ട്. കാസ്റ്റർ ഓയിൽ എന്ന് വെച്ചാൽ എന്താ, ആവണക്കെണ്ണ എന്ന് പറയും. നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ആവണക്കെണ്ണ എന്ന് പറയുന്നത്. ആവണക്കെണ്ണ എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ക്വാളിറ്റിയുള്ള, വണ്ടർഫുൾ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന റിങ്കിൾസിനെയും മാർക്കിനെയും ഏജ് സൈൻസിനെയും ഒക്കെ മാറ്റി നമ്മുടെ സൺ ടാന്, നമ്മുടെ ഫേസിൽ ഉള്ള ഡിസ്കളറേഷൻ എല്ലായിടത്തും ഒരേപോലെ കളർ വരിക. അതായത് ചിലയിടത്ത് കുറച്ച് വെളുത്തിരിക്കും, ചിലയിടത്ത് കുറച്ച് വേറെ കളറായിരിക്കും. അതിനാണ് കളർ കറക്റ്റർ എന്ന് പറയുന്ന സാധനം നമ്മൾ മേക്കപ്പിൽ യൂസ് ചെയ്യുന്നത്. മേക്കപ്പ് വീഡിയോ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരു ദിവസം ചെയ്യാം. അതായത് ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക്, 50 വയസ്സിന് മേലിലുള്ളവർക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യാം സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടെന്നുള്ളൊരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാം. പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഡിസ്കളറേഷൻ, അതായത് പല സ്ഥലത്തും മുഖത്തിൻ്റെ പല സ്ഥലത്തും പല കളർ വരാതെ ഒരേപോലെ ഒരു സ്കിൻ ടോൺ ഉണ്ടാകാനായിട്ട് ഈ ആവണക്കെണ്ണ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ഫേസിൽ ഇടേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുന്നേ തന്നെ ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഈ മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ഗ്ലോ നമുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നാച്ചുറൽ ഗ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ ഇന്നർ ബോഡി, അതായത് നമ്മുടെ ബസ്റ്റിൻ്റെ ഈ സൈഡിൽ നമ്മൾ സൺലൈറ്റിലോട്ട് എക്സ്പോഷർ ആകാത്ത ഭാഗത്തുള്ള നമ്മുടെ റിയൽ ആയിട്ടുള്ള കളറാണ് നമ്മൾക്ക് മാക്സിമം കിട്ടുക. കാസ്റ്റർ ഓയിലിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസും വിറ്റമിൻസും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് കാസ്റ്റർ ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഒരു വളരെ വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫേസിൽ ചില ദിവസം നമ്മുടെ ഫേസ് വീങ്ങി വലുതായിട്ടിരിക്കും. നമ്മളൊരു ഫംഗ്ഷന് പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും അന്ന് ഫേസ് വീങ്ങിയിരിക്കും. ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് നമ്മൾ ബുദ്ധിമുട്ടും. അങ്ങനെയുള്ള സമയത്ത് ഈ
കാസ്റ്റർ ഓയിൽ ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള നീരിനെ, അതായത് നീര് വന്ന് വീങ്ങത്തില്ലേ, ഇപ്പോൾ പറയുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നുണ്ട്, എന്ന് പറഞ്ഞ പോലെ ഡയറ്റ് അല്ല കേട്ടോ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഓയിലാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. നമുക്ക് ഫേസിൽ എവിടെയെങ്കിലും വീങ്ങിയിട്ടുണ്ടെങ്കിൽ, കഴുത്തിൽ കയ്യിലൊക്കെ വീങ്ങിയിട്ടുണ്ടെങ്കിൽ, മുട്ടൊക്കെ വീങ്ങിയിട്ടുണ്ടെങ്കിൽ ആവണക്കെണ്ണ കുറച്ച് തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഇൻഫ്ലമേഷൻ, നമ്മുടെ ആ നീർക്കെട്ട് ഫേസിൽ നിന്നും, ജോയിൻറ്റിൽ നിന്നും, സ്കിന്നിൽ നിന്നും, ബോഡിയിൽ എവിടെ നിന്നും ആ നീർക്കെട്ട് നമുക്ക് മാറ്റാനായിട്ട് ഈ ആവണക്കെണ്ണ സഹായിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഫേസിലേക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്ഥിരമായിട്ട് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവരുടെ ഫേസ് വളരെ യങ് ആയിട്ടിരിക്കും. ഇനി നിങ്ങൾക്ക് 90 വയസ്സായാലും അതൊരു ചലഞ്ചാണ്. ഇത് നിങ്ങൾക്കൊരു ചലഞ്ചായിട്ട് എടുക്കാം. 90 വയസ്സായാലും നിങ്ങളുടെ ഫേസിൽ ഒരു ചുളുക്കം പോലും ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിനെ യൂത്തായിട്ട് വെക്കും. അതായത് ഒരു 50-55 വയസ്സുള്ള ആളിനെ ഒരു 25-26 ആ ഒരു ഏജിലുള്ള ഒരു സ്കിന്നായിട്ട് നമ്മളെ മാറ്റിത്തരും. നമ്മളുടെ സ്കിന്നിനെ ഒരു പ്ലംബി എഫക്റ്റ് തരാനും, പ്ലംബി ലിപ്സ്റ്റിക് ഒക്കെ വരുന്നുണ്ട്, ലിപ്സിനെ നല്ല പ്ലംബി ആയിട്ട് വെക്കുക. അത് ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. അതുപോലെ നമ്മുടെ ഫേസിനെ ഒരു പ്ലംബി ആയിട്ട് വെക്കാനും, അതായത് ചുരുക്കമൊന്നുമില്ലാതെ നല്ല യങ് ആയിട്ടുള്ള ഫേസ് പ്ലംബി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ, അങ്ങനെ പ്ലംബി ആയിട്ടുള്ള ഒരു ലുക്ക് തരാനും, നമ്മുടെ ഫേസിനെ നല്ല കളർ തരാനും, ടാൻ എല്ലാം മാറ്റാനും ഈ ആവണക്കെണ്ണ നന്നായിട്ട് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാസ്റ്റർ ഓയിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ്. അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നമ്മളുടെ മെലാസ്മ, അതായത് മുഖത്തുള്ള എല്ലാ പിഗ്മെൻറ്റും മാറ്റുമ്പോഴേക്കും ഉറപ്പായിട്ടും ഹൈപ്പർ പിഗ്മെൻറ്റേഷനും മാറും. നമുക്ക് കരിമംഗല്യം ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. കാസ്റ്റർ ഓയിലിന് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യുകയും നമുക്ക് നല്ല കളർ തരികയും നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് മാർക്കിനെയും അല്ലെങ്കിൽ സൺ ടാനിനെയും ഒക്കെ റിമൂവ് ചെയ്യാനും കാസ്റ്റർ ഓയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് കാസ്റ്റർ ഓയിൽ നമ്മുടെ സ്കിന്നിനെ ഫേമായിട്ട് വെക്കുന്നു. അതായത് നല്ല ചുളുക്കമൊന്നുമില്ലാതെ നല്ല ഫേമായിട്ട് വെക്കാനും നമ്മൾക്ക് ഒരു യൂത്ത് ലുക്ക് തരാനും സഹായിക്കുന്ന ഈ കാസ്റ്റർ ഓയിൽ കൊണ്ട് എന്തൊക്കെ ഫേസ് പാക്കാണ് നമുക്ക് ഉണ്ടാക്കിയിടാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതിടുന്നതിന് മുന്നേ ഉറപ്പായിട്ടും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അതായത് ഫേസിൽ ഡേർട്ടോ എണ്ണമയമോ അഴുക്കോ ഒന്നുമില്ലാത്ത ഫേസിലോട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഫസ്റ്റ് വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത നല്ലൊരു ഫേസ് വാഷോ കടലമാവോ പയറുപൊടിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഈ പാക്കുകൾ ഒക്കെ നമുക്ക് മുഖത്തിടാനായിട്ട്. ഇതിനകത്ത് ഞാൻ 3 ടൈപ്പ് ഓഫ് പാക്കുകൾ നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഒന്ന് കോമ്പിനേഷൻ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും ഉള്ളത്, രണ്ടാമത് ഓയിലി സ്കിൻകാർക്കുള്ളത്, അത് കഴിഞ്ഞ് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള പാക്ക്. 3 പാക്കുകളും ഡിഫറൻ്റ് ആണ്. 3 പാക്കുകളും എല്ലാ ഏജിലുള്ളവർക്കും ഇടാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഒരു ഫുഡ് ഹാബിറ്റൊക്കെ വെച്ചിട്ട്, അറ്റ്മോസ്ഫിയറിൻ്റെ പൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഏജ് ആകുന്ന ഒരു സ്കിൻ ടൈപ്പ് പോലെയാണ് നമ്മൾ കാണുന്നത്. നിറയെ പേർക്കും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം. സോ എല്ലാ ടൈപ്പ് ഓഫ് സ്കിന്നുള്ളവർക്കും ഇടാൻ പറ്റിയ ഒരു പാക്കേജാണിത്. സോ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നന്നായിട്ട് ഉറപ്പ് വരുത്തുക. പിന്നെ ഈ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് ക്ലീൻ ചെയ്യുമ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എണ്ണയുടെ ബാക്കിയോ ഫേസ് പാക്കിൻ്റെ ബാക്കിയോ ഒന്നും തന്നെ ഫേസിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴും വാം വാട്ടർ ഇട്ട് വാഷ് ചെയ്തിട്ട് നോർമൽ വാട്ടർ ഇട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്ന പയറുപൊടിയോ കടലമാവോ അല്ലെങ്കിൽ അധികം ടോക്സിൻ ഇല്ലാത്ത ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷോ ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഫേസ് എന്ന് ഉറപ്പ് വരുത്തുക. അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത്. മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ. ഫസ്റ്റ് നമുക്ക് കോമ്പിനേഷൻ ആൻഡ് നോർമൽ സ്കിന്നുകാർക്കുള്ള ഫേസ് പാക്ക് നോക്കാം. അത് നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കുന്നത് മുഖം വലിഞ്ഞു മുറുകി ചെറിയ ലൈൻസ് വീഴുന്നവർക്കും റിങ്കിൾസ് വീഴുന്നതിനും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് കയ്യിലാണെങ്കിലും, കയ്യിലൊക്കെ റിങ്കിൾസ് ഉണ്ടെങ്കിലും ഇടാം. ഫസ്റ്റ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് സാൻഡൽവുഡ് പൗഡർ, ലാവൻഡർ ഓയിൽ, പിന്നെ നമ്മുടെ കാസ്റ്റർ ഓയിൽ. ഇതാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബ്രാൻഡ് കാണിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ബ്രാൻഡ് ഒന്നും കാണിക്കത്തില്ലാത്തത്. സോ നമുക്ക് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരാൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് 1/2 സ്പൂൺ സാൻഡൽവുഡ് പൗഡർ മതിയാവും. കാരണം ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഇതൊരു 7 days ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. 7 days കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കൂ.
ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരു 10 ഡ്രോപ്സ് ഓഫ് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. കാസ്റ്റർ ഓയിൽ നല്ലൊരു മോയ്സ്ചറൈസറാണ്. 10 ഡ്രോപ്സ് തന്നെ ധാരാളം മതിയാവും. അടുത്തത് നമുക്ക് ലാവൻഡർ ഓയിലാണ്. അതും 10 ഡ്രോപ്സ് തന്നെ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 5 മില്ലി റോസ് വാട്ടർ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ല ക്ലീൻ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേയും കുറച്ച് വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്തിട്ട് കുറച്ച് കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്തിട്ട് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വാഷ് ചെയ്യണം. വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് പിന്നെ കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ്സ് ഞാൻ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷൻ കാണാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത്. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് നോക്കും. നിങ്ങളുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസും നിങ്ങൾ സ്കിന്ന് വലിഞ്ഞ് മുറുകിയിട്ട് നിറയെ പേർക്കും ഡ്രൈ ആയിട്ടാണ് വലിഞ്ഞു മുറുകുന്നത്. മോയ്സ്ചറിൻ്റെ കുറവ് കൊണ്ടാണ്. ഇത് കാസ്റ്റർ ഓയിൽ ഏറ്റവും നല്ല മോയ്സ്ചറൈസറാണ്. അത്രയ്ക്കും ഇത് മെഡിസിനാണ്, സ്കിൻ കെയർ പ്രോഡക്റ്റിൽ ഉപയോഗിക്കുന്നതാണ്. അത്രയ്ക്കും നല്ല ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റാണ് കാസ്റ്റർ ഓയിൽ. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ട് നോക്കൂ. ഇടുന്നതിന് മുന്നേയും ചൂടുവെള്ളം കൊണ്ട് കഴുകുക. ഇട്ട് കഴിഞ്ഞും ഇടുന്നതിന് മുന്നേ ചൂടുവെള്ളം കൊണ്ട് കഴുകുക. പിന്നെ തണുത്ത വെള്ളം കൊണ്ട് കഴുകിക്കഴിഞ്ഞ് ഇട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് നിങ്ങൾ വാഷ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വാം വാട്ടറിലും കോൾഡ് വാട്ടറിലും മാറ്റി മാറ്റി കഴുകണം. അടുത്തത് നമ്മൾ ഓയിലി സ്കിന്നുള്ളവർക്കുള്ള റിങ്കിൾസ് മാറാനും ഫൈൻ ലൈൻസ് മാറാനും മുഖം ഇറുകി വലിഞ്ഞ് ചുളികൾ വീഴുന്ന തടയാൻ വേണ്ടിയുള്ള പായ്ക്കാണ് നോക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന മുൾട്ടാനി മിട്ടി, കാസ്റ്റർ ഓയിൽ, പിന്നെ ഇത് ആപ്പിൾ സിഡർ വിനെഗറാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പായ്ക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ 1 സ്പൂൺ മുൾട്ടാനി മിട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി അത്രയും മതിയാകും. ഇതിലേക്ക് നമുക്ക് കുറച്ച് ആപ്പിൾ സിഡർ വിനെഗർ ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കാസ്റ്റർ ഓയിൽ സെയിം 10 ഡ്രോപ്സ്, ഏകദേശം 10 ഡ്രോപ്സ് വരുന്ന പോലെ ഒഴിക്കുക. അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് അലോവേറ ജെൽ ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ 20 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചൂടുവെള്ളത്തിൽ കഴുകണം. പിന്നെ നോർമൽ വാട്ടറിൽ കഴുകണം. ഇത് ഇടുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് നന്നായിട്ട് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ പിമ്പിൾസ് വരും. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക മുഖം. അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്ത് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വാഷ് ചെയ്യാം. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നോക്കൂ. നിങ്ങളുടെ മുഖത്തുള്ള ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം മാറുന്നതായിരിക്കും. വലിഞ്ഞു മുറുകിയിട്ടുണ്ടാകുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എല്ലാം മാറും. പിന്നെ ഇതൊക്കെ നല്ല കളറ് വരാനും ഫേസ് ഗ്ലോ ആകാനും ഒക്കെ നല്ലതാണ്. നമ്പർ 1 മോയ്സ്ചറൈസറാണ് ഈ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൈകളിലൊക്കെ റിങ്കിൾസ് ഉണ്ടെങ്കിലും ഇതിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുഖത്ത് മാത്രമല്ല, കൈയൊക്കെയും ചിലരുടെയും നന്നായിട്ട് വലിഞ്ഞു മുറുകി ഡ്രൈ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എവിടെയാണ് റിങ്കിൾസ് ഉള്ളത്, ഫൈൻ ലൈൻസ് ഉള്ളത്, എസ്പെഷ്യലി ഞാൻ ഫേസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഫേസ് എന്ന് പറയുന്നത്. ഇതുപോലെ കൈമുട്ടുകളിലൊക്കെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 7 ഡേയ്സ് ഉപയോഗിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയുള്ള ഫേസ് പാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റിങ്കിൾസ് പോകാനും ഫൈൻ ലൈൻസ് പോകാനും മുഖം വലിഞ്ഞു മുറുകി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനുള്ളതാണ്. ഇത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് റൈസാണ്.
ഏത് റൈസ് ആണെങ്കിലും ഓക്കെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഈ റൈസ് ഉള്ളത് കൊണ്ട് ഞാനിത് എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് റൈസ് എന്ന് വെച്ചാൽ ഇത് കുക്ക് ചെയ്ത റൈസാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 10 ഡ്രോപ്സ് കാസ്റ്റർ ഓയിൽ ഒഴിക്കാം. ഇത്രയും നല്ലൊരു മോയ്സ്ചറൈസർ വേറെ എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല. ഇതിലേക്ക് നമുക്ക് 10 ഡ്രോപ്സ് അല്ലെ 1/4 ടീസ്പൂൺ വൈറ്റമിൻ ഇ ഓയിൽ കൂടെ ഒഴിക്കാം. നമുക്കിത് എന്നിട്ട് മിക്സിയിൽ വെച്ച് നല്ല പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. ഞാൻ മിക്സിയിൽ അരച്ച് ഞാൻ നല്ല പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ കൂടെ ചേർത്ത് അരയ്ക്കാവുന്നതാണ്. ഇത് നല്ല ഫേസ് പാക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിട്ട് കഴിയുമ്പോൾ വാം വാട്ടറിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യണം. അപ്പോഴും വാഷ് ചെയ്യുമ്പോഴെല്ലാം തന്നെ പയറുപൊടിയോ കടലമാവോ അല്ലെങ്കിൽ നല്ലൊരു ഫേസ് വാഷോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേസ് വാഷ് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്ന ഒരു ഫേസ് വാഷ് നോക്കി തിരഞ്ഞെടുത്ത് വാഷ് ചെയ്യണം. നന്നായിട്ട് വാഷ് ചെയ്യണം. കാസ്റ്റർ ഓയിൽ അത്രയ്ക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ്. അത് നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറിനെ നിലനിർത്താനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് സ്കിന്നിൽ കുറച്ച് നന്നായിട്ടുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഒരു 7 ഡേയ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ്. ഫേസിന് നല്ല കളർ വരാനും സ്കാർസ് മാറാനും റിങ്കിൾസ് മാറാനും ഫേസ് വലിഞ്ഞിട്ടുള്ള ആ ഒരു വലിയുമ്പോഴാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ പാടുകൾ വീഴുന്നത്. ആ ഒരു പാട് മാറാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു കാസ്റ്റർ ഓയിൽ. അത്രയ്ക്കും മെഡിസിനൽ എഫക്റ്റുള്ള ഒരു പ്രോഡക്റ്റാണ് കാസ്റ്റർ ഓയിൽ. ഇത് മെഡിസിനായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, സ്കിൻ കെയറിൽ ഉപയോഗിക്കുന്നുണ്ട്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ആവണക്കെണ്ണയാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എൻഡിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ആവണക്കെണ്ണയ്ക്കാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ കഴുകണം. ഇന്ന് നമ്മൾ കണ്ട ഈ 3 പാക്കുകളും വണ്ടർഫുൾ പാക്കാണ്. അത്രയ്ക്കും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. 7 ഡേയ്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞ പോലെ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിക്കണം. അതിന് ഒരു ഓൾട്ടർനേറ്റീവും ഇല്ല. ഞാൻ ചോദിച്ചാലും ഓൾട്ടർനേറ്റീവ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നിറയെ പേർക്കും കൺഫ്യൂസ് ആകുന്നു ഏത് ഓയിലാണ്. ബിക്കോസ് നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാം. അല്ലാത്തവർക്ക് കൺഫ്യൂസ് ആകുന്നു. ഇതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ അതിന് ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളുടെ ബഡ്ജറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൈലബിൾ ആയിരിക്കത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു തരുന്നത് ദാറ്റ് ഈസ് ഓൾസോ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കൂട്ടിനകത്ത് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ കിട്ടുന്നത് ഞാൻ വിചാരിക്കുന്ന ഞാൻ എന്താണോ നിങ്ങളുടെ സ്കിന്നിന് ഒരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത് ആ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ വീഡിയോയുടെ അടിയിൽ വരുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുള്ളാണ്, താങ്ക്ഫുള്ളാണ്. അതിനേക്കാളും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങളിത് ഉപയോഗിച്ചു അല്ലെ നിങ്ങൾക്കിത് ബെനിഫിഷ്യൽ ആണ് എന്ന് അറിയുന്നതിലാണ് എൻ്റെ അച്ചീവ്മെൻ്റ് ഇരിക്കുന്നത്, എൻ്റെ സന്തോഷം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. സോ നിങ്ങൾ 7 ദിവസം ഉറപ്പായിട്ടും ഞാൻ ഈ പറയുന്ന ഉപയോഗിച്ച് നോക്കൂ. എസ്പെഷ്യലി 50 വയസ്സ് 40 വയസ്സിന് മേലിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഏജിൻ്റെ സൈൻസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പാക്കുകൾ ഞാൻ പറയുന്ന പാക്കുകൾ ഡിഫറെൻറ്റ് 3 ടൈപ്സ് ഓഫ് സ്കിന്നിന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ പാക്കുകൾ ഉപയോഗിക്കൂ. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കൂ. ഇത് രാത്രിയിൽ ഉപയോഗിക്കേണ്ട പാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും മെസ്സേജുകളും എല്ലാം ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് വെൽക്കം ചെയ്യുന്നത്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനത് വായിക്കുന്നത്. ഞാൻ അതിന് റിപ്ലൈ തരുന്നത് ഫുൾ ഹാർട്ടഡ്ലിയാണ് ഞാൻ റിപ്ലൈ തരുന്നത്. നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാകും, അതുപോലെ തന്നെ എൻ്റെ സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. വേറൊരു ബ്യൂട്ടിഫുൾ കണ്ടൻറ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.